ഹലോ, നമുക്കിന്നൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് കക്ക നന്നായിട്ട് അതിൻ്റെ ഉള്ളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു മൺചട്ടിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കക്ക എടുത്ത് നല്ല എല്ലാം ഉള്ളിലെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് വേണം, ഇല്ലെങ്കിൽ നമുക്ക് വയറിന് ഇത് ആയിരിക്കും. അപ്പോൾ അത് എടുത്ത് കളയണം. നമ്മളിത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഇതാക്കുവാണ്. അതായത് നമ്മൾ വേവിച്ചെടുക്കണം. പല ആൾക്കാരും പല രീതിക്ക് ഉണ്ടാക്കും. അതായത് കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിൽ. അന്നേരത്തേക്ക് കുക്കറിലിടുമ്പോഴത്തേക്കും ചെറിയ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. ഇത് നമ്മൾ അല്ലാതെ പുറമേ വെച്ച് വേവിച്ചെടുക്കുന്നത് തന്നെ എപ്പോഴും നല്ലത്. അപ്പം ഇതിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. ഈ കക്കയേക്കാളും കുറച്ചുകൂടി എന്താ പറയുന്നത്, കക്കയുടെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. കക്കയുടെ മേലെ, അതായത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെക്കണം. പലരും ഉണ്ടാക്കുന്ന രീതി പലതായിരിക്കും. എൻ്റേതായ ഒരു സ്റ്റൈലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നെപ്പോലെ കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമാണോ? ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. എന്നാലൊരു എന്താ പറയുന്നത്, ഒരു ആഗ്രഹമൊക്കെ തോന്നുമ്പം ഒരു ടൈം പാസ് പോലെയൊക്കെ ചുമ്മാ ഒരു പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം നോക്കിയപ്പം കക്ക ഇരിപ്പുണ്ട്. വലിയ കക്കയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. ചെറുതാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പാടാണ്. പിന്നെ ചിലർ നമ്മൾ കടയിൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ആരും ചെറിയ കക്കയുടെയൊന്നും അങ്ങനെ ഉള്ളിലത്തെ ഒന്നും ഒരുപാട് എടുത്തു കളയൊന്നുമില്ല. നന്നായിട്ട് നെക്കി പിഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാറേ ഉള്ളൂ. പക്ഷേ ഈ വലിയ കക്കേനേക്കാളും ടേസ്റ്റ് ചെറിയ കക്കയ്ക്കാട്ടോ. എനിക്കിപ്പോൾ ഞാൻ കിട്ടിയപ്പം ഇതിന് മുന്നേ ഒക്കെ കിട്ടിയത് ചെറിയ കക്കയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കക്ക ഇങ്ങനെ ഉണ്ടാവുന്ന സമയവും വലുതാവുന്ന സമയം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മൂടി വെക്കാം. അപ്പം നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം ആക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഞാനിപ്പോൾ ഒരു കല്ലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇടിച്ചെടുക്കാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. കല്ല്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ ചതച്ചെടുക്കുകയോ ചെയ്യുന്നത്. രണ്ടും ഞാൻ രണ്ടായിട്ടാട്ടോ ചെയ്തേക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം നമുക്ക് ഇതിൻ്റെ അകത്ത്. എന്നാലും കുറച്ച് നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വേണം. വെളുത്തുള്ളിയൊക്കെ കുറച്ചുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വയറിനൊക്കെ നല്ലതാണ്. അപ്പം നമുക്ക് ചട്ടി വെച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് നമുക്ക് ചുമന്നുള്ളിയാട്ടോ, ചുമന്നുള്ളിയല്ല, ചുമന്ന മുളക്, നമ്മുടെ വറ്റൽമുളകില്ലേ, വറ്റൽമുളകാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ചുമന്ന മുളക് ഇടാൻ കേട്ടോ. ചുമന്ന മുളകും പിന്നെ കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഇട്ടിട്ടാട്ടോ കടുക് പൊട്ടിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പയ്യൊന്ന് ചുമന്ന മുളക് ഒരു ചുമന്ന കളറിൽ വന്നാൽ മതി. അന്നേരത്തേക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചുമന്ന മുളക്, വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ച വറ്റൽമുളകല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണങ്ങിയെടുത്താണ്. അതും പിന്നെ കരിയാപ്പിലയും കൂടെ ഇട്ട് നമ്മളൊന്ന് പയ്യെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂട്ടി ചേർക്കണേ. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു മണം വരും. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വരളുമ്പോൾ നല്ലൊരു മണമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സ്മെല്ല്, നല്ലൊരു മണം. അത് നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ നമ്മൾ സവോളയും കൂടെ അതിൻ്റെ കൂട്ടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വരട്ടി എടുക്കുക ചെയ്യുന്നത്. അപ്പം സവോള പെട്ടെന്ന്, എല്ലാവർക്കും അറിയാമല്ലോ, സവോള പെട്ടെന്ന് വരലാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടിട്ട് സവോള നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം.
അതുവരെ നമുക്ക് വെക്കാം. എൻ്റെ ഒരു ചെറിയൊരു മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇടയ്ക്ക് എനിക്ക് എടുക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അതിനുള്ളൊരു സാഹചര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പം ഇന്നിപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ എടുക്കാം എന്നുള്ളത്. എപ്പോഴും ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടും. ഒരിക്കലും എന്താ പറയണേ, പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും ഒരു മനസ്സ് തോന്നിയിട്ടില്ല. ചെയ്യണം എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ എപ്പോഴും എടുക്കും. ചുമ്മാ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരും. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ചുമ്മാ അങ്ങ് ഇരുന്നപ്പോൾ എന്നാൽ എടുത്ത് തുടങ്ങിയേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് വേണം. ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, കാരണം എനിക്കറിയില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും. എൻ്റെ തുടക്കമാണല്ലോ, ചുമ്മാ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സവോളയെല്ലാം നന്നായിട്ട് വറലാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം എന്തേ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മസാലയെല്ലാം ചേർക്കാം ഇതിനകത്തേക്ക്. ഇത് എൻ്റേതായ ഒരു സ്റ്റൈലിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, ഞാൻ അങ്ങനെ നോക്കാറില്ല. ലാസ്റ്റ് അതിന് ടേസ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ എൻ്റേതായ ഒരു ടേസ്റ്റിലേക്ക് ഞാൻ പിന്നെ ആക്കി എടുക്കുകയോ ചെയ്യുന്നത്. ഫ്ലോപ്പ് ആവാറില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പം എന്തേ ഇതിൻ്റെ അകത്തേക്ക് തന്നെയാണ് നമ്മൾ പയ്യെ സെൻറ്ററിലേക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ട് അവിടെ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും എന്താണെന്നറിയില്ല, ഇപ്പോൾ കിട്ടുന്ന മല്ലിപ്പൊടിക്കൊക്കെ ഒരു മഞ്ഞ കളറാണ്. നേരത്തെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ മല്ലി മേടിച്ച് ഉണങ്ങി പൊടിപ്പിക്കുമായിരുന്നു. അതിനൊരു ഇത്രയും കളറൊന്നും, ഇത്രയും മഞ്ഞ ഷെയ്ഡൊന്നുമില്ല. വേറൊരു ശരിക്കും ആ മല്ലിയുടെ തന്നെ ഒരു കളറായിരുന്നു. ഇപ്പം മേടിക്കുന്നതിനൊക്കെ ഒരു മഞ്ഞ കളറാണ്. മായമാണോ നമുക്കറിയത്തില്ല. അപ്പം എന്തേ നമ്മൾ മീറ്റ് മസാലയായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തേ. അതും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു. പിന്നെ നമ്മുടെ കക്ക നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. വേവ് കഴിയുമ്പോഴേ നന്നായിട്ട് പറ്റും കേട്ടോ. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടെ കൂടി ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ നന്നായിട്ട് കക്കയിൽ പിടിച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക്. മസാലയൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. ചിലർ ഇത് വേവിക്കാൻ നേരം ഇഞ്ചിയും അങ്ങനെയൊക്കെ ചേർക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടും. നമ്മൾ കുക്കറിൽ ഇടുവാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അപ്പം കക്കയിലേക്ക് പിടിച്ചോളും. ഒരു വിസിലടിച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ ചേർക്കാമെന്ന്. ഇപ്പം ഞാൻ അതിലൊന്നും ഇതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ചുമ്മാ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ച് ഊറ്റിയെടുത്തോളൂ. ഞാൻ ഊറ്റി കളഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ അതായത് നമ്മുടെ ഈ കക്കയിലുള്ള കാൽസ്യമൊക്കെ ആ വെള്ളത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ ഓൾറെഡി ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളം പറ്റി വരും. അപ്പം അത് ഞാൻ കളഞ്ഞിട്ടില്ല. അതുകൂടെ കൂട്ടിയിട്ടാണ്, കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതും കൂടെ കൂട്ടിയിട്ടാട്ടോ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇത് റോസ്റ്റാക്കി നല്ല പറ്റിച്ചെടുക്കണം. അപ്പം എന്നാൽ ഇതിൻ്റെ അകത്തൊരു ചെമ്മീൻ പെട്ടുപോയിട്ടുണ്ട്. ഞാൻ കഴുകി വാരിയ സമയത്ത് അതിൻ്റെ അകത്ത് 2-3 ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വാങ്ങിക്കാൻ നേരം ആ തട്ടയിൽ 2-3 ചെമ്മീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് ആ ചേട്ടൻ അങ്ങനെ 2-3 ചെമ്മീൻ ഉള്ളതേ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പറക്കിയിട്ട് തന്നാണ് കേട്ടോ. എനിക്ക് എന്നാണോ ചെമ്മീൻ കഴിച്ചാൽ വയറിന് സുഖം ഇതാവത്തില്ല, എനിക്ക് വോമിറ്റിങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കാണ് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അന്നേരം തന്നെ കഴിച്ചാൽ പ്രശ്നമില്ല, വെച്ച് കഴിച്ചാലാണ് പിന്നെ കുഴപ്പമുള്ളൂ. അതായത് ഒരു ദിവസമൊക്കെ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ തക്കാളി ഇടുന്നുണ്ട്. ഞാൻ തക്കാളി ശരിക്കും നമ്മൾ വരട്ടുന്ന സമയത്താണ് തക്കാളി ഇടേണ്ടത്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ തക്കാളി അങ്ങോട്ട് വരണ്ടു പോണ ടേസ്റ്റിനേക്കാൾ ഇഷ്ടം ഒരു മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു തക്കാളിയുടെ ഒരു പച്ചപ്പൊക്കെ കടിക്കാവുന്ന രീതി. എന്നാലാണ് നന്നായിട്ട് ആ ഒരു എനിക്കിഷ്ടമാണ് ആ ഫ്ലേവർ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. അത് നന്നായിട്ട് നമ്മൾ റോസ്റ്റാക്കി വരുമ്പോഴത്തേക്ക് ആ തക്കാളി അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നോളൂ. ഇനിയാട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നന്നായിട്ട് നല്ലൊരു ഫ്ലേവറായിട്ട് നല്ലൊരു ടേസ്റ്റ് വരാനായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വെള്ളമെല്ലാം പറ്റിച്ച് ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് എല്ലാം കൂടെ നന്നായിട്ട് വരാനായിട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ വേണമെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഇതായിട്ട് ഇപ്പോൾ കണ്ടത് ചട്ടിയിൽ നിന്ന് ഇപ്പം നന്നായിട്ട് വിട്ടു പോരുന്നൊരു പരുവാകുന്നുണ്ട്. അപ്പം നമ്മൾ പറ്റി വരുന്നുണ്ട്, ഒരു കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ ദേ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിത് എന്താ പറയുക, ഈ റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലും
ഒക്കെ നമുക്ക് കൂടാം. ഞാൻ ബ്രെഡിൻ്റെ കൂടുതലാണ് കേട്ടോ കൂട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാം ഞാൻ ഇതിൽ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂട്ടത്തിൽ കൂടിക്കൊള്ളുക. ഓക്കേ.